വടക്കഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയ കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. സ്വപ്ന സുരേഷും ലൈഫ് മിഷനും അടക്കമുള്ള 6 പേർക്കെതിരെയാണ് കുറ്റപത്രം. സന്തോഷ് ഈപ്പനാണ് ഒന്നാം പ്രതി. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു വലിയ തട്ടിപ്പ്, അതിൽ CBIയുടെ കുറ്റപത്രം വന്നു. സ്വപ്ന സുരേഷ് അടക്കമുള്ളവർ പ്രതികളാകുമ്പോൾ ഈ ശിവശങ്കറിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും പ്രത്യേകതയാണ്. സേതു, കഴിഞ്ഞ ഇടത് സർക്കാരിനെ പിടിച്ചുലച്ച ഒരു കേസ് തന്നെയായിരുന്നു നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത്. ഇതിനെ തുടർന്നായിരുന്നു വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട കേസും പുറത്തു വരുന്നത്. അതിൽ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് UAE റെഡ് ക്രസന്റ് എന്ന് പറയുന്ന റെഡ് ക്രസന്റുമായി ഒരു കരാറുണ്ടാക്കുന്നു. അത് 21 കോടി രൂപയുടെ കരാറാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണത്തിന്, ഈ ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ നിർമ്മാണത്തിന് സന്തോഷ് ഈപ്പൻ എന്ന് പറയുന്ന കൊച്ചിയിലെ ഒരു നിർമ്മാണ കമ്പനി ഉടമ, സെയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമയെയാണ് ഏൽപ്പിക്കുന്നത്. ഇയാളും പിന്നീട് സ്വപ്ന സുരേഷ്, സരിത്ത്, സന്ദീപ് തുടങ്ങിയ ആളുകൾ എല്ലാവരും ചേർന്നുകൊണ്ട് വലിയ തട്ടിപ്പ് നടത്തിയിരുന്നു. അതിൽ 4.5 കോടി രൂപ ഇവർ കമ്മീഷനായി എടുത്തു. കൂടാതെ സന്തോഷ് ഇപ്പൻ ലാഭവിഹിതമായി 5 കോടി രൂപ മാറ്റിവെച്ചു. ആകെ 10 കോടി രൂപയുടെ നിർമ്മാണം മാത്രമാണ് ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നത്. എന്തായാലും CBI അന്വേഷണത്തിൽ ഇവർ 6 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. ആദ്യ കുറ്റക്കാരായ 6 പേർക്കെതിരെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാം പ്രതി സന്തോഷ് ഈപ്പനാണ്. രണ്ടാം പ്രതി സന്തോഷ് ഈപ്പന്റെ കമ്പനിയായിട്ടുള്ള സെയിൻറ്റ് വെഞ്ചേഴ്സ് ആണ്. മൂന്നാം പ്രതി ലൈഫ് മിഷനാണ്. 4-ാം പ്രതി സ്വപ്ന സുരേഷ്, 5-ാം പ്രതി സരിത്ത്, 6-ാം പ്രതി സന്ദീപ്. ഇനി 7ഉം 8ഉം പ്രതി പട്ടികയിലുള്ള അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തേക്ക് വരേണ്ട ആളുകളായിട്ടുള്ള ശിവശങ്കർ, അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ശിവശങ്കർ. കൂടാതെ UV ജോസ്, അന്നത്തെ ലൈഫ് മിഷൻ പദ്ധതിയുടെ CEO ആയിരുന്ന UV ജോസ്. ഈ 2 പേർക്കുമെതിരെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 പേരെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഈ 2 പേർക്കുമെതിരെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. സേതു. ഓക്കെ സഹിൻ, ശരി. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.